ഹായ് ഫ്രണ്ട്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനമ്മയും ലേഖയുമാണെങ്കിൽ അങ്ങോട്ടേക്ക് മഹിയുടെ അടുത്തോട്ട് വരുന്നുണ്ട്. മഹിയാണെങ്കിൽ കുഞ്ഞിനെ പാലൊക്കെ കൊടുത്ത് താലോലിച്ച് ഇരിക്കുന്ന ഒരു സമയത്ത് തന്നെയായിരുന്നു ജാനമ്മ അങ്ങോട്ടേക്ക് വരുന്നത്. ജാനമ്മയാണെങ്കിൽ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞിനെന്താ ഒന്നും സംഭവിക്കാത്തത്? അല്ലെങ്കിലും അവൻ പറഞ്ഞത് നാളെ അതിരാവിലെ ആയിരിക്കും കുഞ്ഞിൻ്റെ ശരീരത്തേക്ക് ആ മരുന്നുകൾ ചെന്ന് എത്തുക. അതുകൊണ്ടായിരിക്കും കുഞ്ഞിനിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലാതിരിക്കുന്നത്. അല്ലാതെ വേറെന്തെങ്കിലും കുഴപ്പം പറ്റുമോ എൻ്റെ ഈശ്വര? ഈ വയസ്സാം കാലത്ത് എന്നെക്കൊണ്ട് തന്നെ ഈ പാവങ്ങളൊക്കെ നീ എന്തിനാണ് ചെയ്യിപ്പിക്കുന്നതെന്നൊക്കെ ജാനമ്മ സ്വയം മനസ്സിൽ പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ലേഖയാണെങ്കിൽ കയ്യിൽ നിന്ന് കുഞ്ഞിനെ വാങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ തൊട്ടിലിൽ കിടത്തി താലോലിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനമ്മ ഓടി വന്ന് പറയുന്നുണ്ട്, നിങ്ങളെന്താ മക്കളെ ഭക്ഷണമൊന്നും കഴിക്കാത്തത്? ഭക്ഷണമൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും ഭക്ഷണം പോയി കഴിക്കുക. രണ്ടമ്മമാർക്കും ഈ കുഞ്ഞിനെ നോക്കണമെങ്കിൽ ആരോഗ്യമൊക്കെ വേണം. നിങ്ങൾ എപ്പോഴും കുഞ്ഞിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കുന്ന എന്തിനാ? ഞാനിപ്പോൾ ഇവിടെ ഉണ്ടല്ലോ. എന്തായാലും കുഞ്ഞിന് ആരോഗ്യം ഉണ്ടാവണമെങ്കിൽ അമ്മമാരും സന്തോഷത്തോടെയും സമാധാനത്തോടെയൊക്കെ ഇരിക്കണം. എന്തായാലും നിങ്ങൾ രണ്ടുപേരും പോയി ആഹാരമൊക്കെ എടുത്ത് കഴിക്കുന്നൊക്കെ ജാനമ്മ പറയുന്നുണ്ട്. അപ്പോഴേക്കും ജാനമ്മയാണെങ്കിൽ നമ്മുടെ നീലാംബരിയെ ഭയങ്കരമായിട്ട് ഒന്ന് നിരീക്ഷിച്ച് നോക്കുന്നുണ്ട്. കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, കുഞ്ഞിന് അലർച്ചയുണ്ടോ, കരയുന്നുണ്ടോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ തോമസ് സാറിൻ്റെ അടുത്തെത്തിയ വാമദേവനും മേഘനാഥനും ഉണ്ണിയൊക്കെയാണെങ്കിൽ തോമസ് സാറിൻ്റെ ചികിത്സയിലാണ് ഇപ്പോൾ കഴിയുന്നത് തന്നെ. അപ്പോഴേക്കും തോമസ് സാറ് പറയുന്നുണ്ട്, മാർക്കോയുടെ ഇടികൊള്ളേണ്ട വല്ല കാര്യമുണ്ടോ? അവനൊരിക്കലും നല്ല ആൾക്കാരെ ദ്രോഹിക്കാറില്ല. തെറ്റുകൾ ചെയ്യുന്നത് കൊണ്ടാണ് അവൻ്റെ ഇടി ഇങ്ങനെ വാങ്ങിക്കൂട്ടേണ്ടത് നിങ്ങൾക്ക് വരുന്നത്. എന്തായാലും ഇത്രയും പ്രായമായില്ലേടോ തനിക്ക്? നിങ്ങളോട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ തന്നെ ആയിരിക്കുമെന്ന് എനിക്ക് പണ്ട് മുതലേ അറിയാം. എന്തായാലും അടുത്ത റൂമിലും ഒരാൾ കിടക്കുന്നില്ലേ, അയാളെയും പോയി ചെന്ന് കണ്ടിട്ട് വരാമെന്നൊക്കെ തോമസ് സാറ് വാമദേവനോട് പറയുന്നുണ്ട്. അപ്പോഴേക്കും തോമസ് സാറാണെങ്കിൽ വാമൻ്റെ അടുത്ത് നിന്ന് കണ്ണൻ്റെ അനിയനായ ഉണ്ണിയുടെ അരിയിലേക്ക് പോകുന്നുണ്ട്. ഉണ്ണിക്കാണെങ്കിൽ കാല് മാർക്കോയ്ക്ക് നല്ല പണി തന്നെ കൊടുത്തിട്ടുണ്ട്. ഉണ്ണിയുടെ കാലിന് മാർക്കോ ആണെങ്കിൽ അതുകൊണ്ട് തന്നെ മാർക്കോയുടെ ഈ ഒരു കാര്യം കൊണ്ട് തന്നെ ഉണ്ണി ഇപ്പോൾ തോമസ് സാറിൻ്റെ ചികിത്സയിലാണ്. അങ്ങനെ കാലുപോലും അനക്കാൻ വയ്യാതിരിക്കുന്ന തോമസ് സാർ ഇങ്ങനെ പറയുന്നുണ്ട് ഉണ്ണിയോട്, നിനക്ക് ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നു? ഇപ്പം കണ്ണനെ ദ്രോഹിച്ചത് കൊണ്ടല്ലേ ഈ ഒരു അവസ്ഥ നിനക്ക് വന്നത്? അപ്പോഴേക്കും ഉണ്ണി പറയുന്നുണ്ട്, താനി ഇങ്ങനെ കണ്ണൻ്റെ വലിയ വണ്ണം പറയാതെ ഇതാ ഈ കാലൊന്ന് ശരിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്ക്. അപ്പോഴേക്കും തോമസ് സാറ് പറയുന്നുണ്ട്, കൂടുതൽ ഇങ്ങോട്ടേക്ക് സംസാരിക്കാൻ നിന്ന ഇവിടെയും ഈ ചികിത്സ ഞാനങ്ങ് ഇല്ലാന്ന് വേണ്ടെന്ന് വയ്ക്കും. പിന്നെ താൻ ഇവിടെ കിടന്ന് ഭയങ്കരമായിട്ട് അനുഭവിക്കും. തനിക്ക് എന്നെപ്പറ്റി ശരിക്കും അറിയില്ല. ഒന്നും കൂടെ മാർക്കോയെ ഞാൻ വിളിക്കണമെന്ന് ഉണ്ണിയോട് ചോദിക്കുന്നുണ്ട്. അയ്യോ വേണ്ട സാറേ, ഞാൻ പിന്നെ അങ്ങനെ പറഞ്ഞതല്ല, എൻ്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണെന്ന്. അയ്യോ ഉണ്ണിയേട്ടനെ ഇനി ഒന്നും ചെയ്യല്ലേ, അയാളുടെ ദേഹം മുഴുവനായിട്ട് പരിക്ക് പറ്റിയിരിക്കുകയാണ് തോമസ് സാറേ എന്നൊക്കെ കരുണ പറയുന്നുണ്ട്. അപ്പോഴേക്കും തോമസ് സാറാണെങ്കിൽ കരുണയോട് പറയുന്നുണ്ട്, നിന്നെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടോ നിന്നെ ഒരു മോളെപ്പോലെ കണ്ടതുകൊണ്ടോ അല്ല, പക്ഷെങ്കിൽ നിൻ്റെ വയറ്റൊരു കുഞ്ഞു വളരുന്നുണ്ട്. നല്ല ബുദ്ധി പറഞ്ഞു തരാൻ നിനക്കൊന്നും ആരുമില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ തോമസ് സാറാണെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ ഉണ്ണിയാണെങ്കിൽ കരുണയോട് ചോദിക്കുന്നുണ്ട്. അല്ലെങ്കിലും ഇയാളൊക്കെ നമ്മുടെ കണ്ണേട്ടൻ്റെ ആളുകളാണ്, അതൊന്നും നമുക്കെന്താ ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരെയും കൈവശമാക്കി വെച്ചിരിക്കുകയാണല്ലോ ആ മഹാലക്ഷ്മിയും ആ കണ്ണനും. നമ്മൾക്ക് മാത്രം എപ്പോഴും ശത്രുക്കളാണല്ലോ ഉണ്ണേട്ട ചുറ്റും എന്നൊക്കെ ഇങ്ങനെ കരുണ പറയുന്നുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നുള്ള അവസ്ഥയിൽ തന്നെയാണ് ഉണ്ണിയും കരുണയൊക്കെ ആയ ആശുപത്രിയിൽ നിൽക്കുന്നത് തോമസ് സാറിൻ്റെ അടുത്താണെങ്കിൽ. അതിനുശേഷം സീമന്തിരി നമ്മുടെ സ്വാതിയുടെ ഒരു രക്ഷയുമില്ലാത്ത കാര്യമായതുകൊണ്ട് തന്നെ ഇതിൽ വേറെ ആർക്കും ഇടപെടാനോ സഹായിക്കാനോ നമ്മൾക്കാരുമില്ല. അതുകൊണ്ട് തന്നെ കണ്ണൻ്റെ കാല് പിടിച്ചേ മതിയാവും. കണ്ണൻ മാത്രം കനിഞ്ഞാൽ മാത്രമേ ഈ വിവാഹം നടക്കുള്ളൂ. നിനക്ക് ഒരുപാട് നല്ല ആലോചനകൾ വരുന്നുണ്ട്, അതൊന്നും മുടക്കാൻ എനിക്ക് കഴിയില്ല മോളെ. നിൻ്റെ ഏട്ടനെയും അച്ഛനെയും വിചാരിച്ചിരുന്ന ഒന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. നിൻ്റെ അച്ഛനാണെങ്കിൽ ഒരു മുഴുമടിയനാണ്, നിൻ്റെ ഏട്ടനാണെങ്കിൽ മറ്റുള്ളവരെ ചതിച്ചും വഞ്ചിച്ചും കൊന്നും ഉണ്ടാക്കുന്ന കാശാണ്. അതുകൊണ്ടൊന്നും മോളുടെ കല്യാണം നടത്താൻ ഈ അമ്മ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും സമയമാവട്ടെ, ഞാനെന്തായാലും ഒന്ന് കണ്ണനെ പോയി കണ്ടിട്ട് വരാം, ബാക്കിയൊക്കെ അവൻ തീരുമാനിക്കട്ടെ. അപ്പോഴേക്കും സ്വാതി പറയുന്നുണ്ട്, അമ്മേ അച്ഛനെ ആണല്ലോ
അയാൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ വെറുപ്പ്? ആ അച്ഛൻ്റെ ഭാര്യ മക്കൾ അയാൾ സഹായിക്കുമെന്ന് ചോദിക്കുമ്പോൾ അതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഉണ്ണിയുടെ കണ്ണൻ്റെയൊക്കെ കാലിൽ വീണ് മാപ്പ് ചോദിക്കാനാണ് എൻ്റെ തീരുമാനം. അങ്ങനെ കമലേശ്വരം വീട്ടിൽ നമ്മുടെ സീമന്തിരി എത്തുന്നുണ്ട്. സീമന്തിരിയെ കണ്ട ഉടൻ തന്നെ നമ്മുടെ ദുർഗയ്ക്ക് കലി തുള്ളുന്നുണ്ട്. കലി തുള്ളിയ ദുർഗയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്ന സീമന്തിരിയെ കാണുന്നുണ്ട്. എന്താ എൻ്റെ കെട്ടുതാലി അർത്ഥം നിങ്ങളുടെ ഭർത്താവിനോട് എനിക്ക് വെറുപ്പാണ്, നിങ്ങളോടും ഇവിടെ വരാൻ കയറി വരാൻ നിങ്ങൾക്ക് നാണം തോന്നില്ലേ സ്ത്രീയെ എന്ന് ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഇത്രയും കാലം ഒരു ഏട്ടത്തിയെ പോലെ കണ്ട് ഒരു ചേച്ചിയെ പോലെ കണ്ടതാണ് ഞാൻ, എന്നിട്ടും ഭർത്താവിൻ്റെ കൊടും ചതിക്ക്, അതും സ്വന്തം പെങ്ങളെ വഞ്ചിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് സാധിച്ചത് സ്ത്രീയെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ദുർഗയാണെ പറയുന്നുണ്ട്, ഇനി ഈ വീട്ടിൽ നിന്ന് എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? എൻ്റെ ജീവനും കൂടെയാണോ വേണ്ടത്? പാവം എൻ്റെ ഭർത്താവിനെ കൊന്നു നിങ്ങൾ, അയാൾ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദുർഗയാണെങ്കിൽ. അങ്ങനെ ദുർഗയുടെ ആ സ്നേഹം അവിടെ കാഴ്ചവെക്കുകയാണ് ദുർഗയാണെങ്കിൽ. അങ്ങനെ സീമന്തിരി ദുർഗയോട് പറയുന്നുണ്ട്, ഞാനൊന്നും അറിഞ്ഞിട്ടുമില്ല, ഒന്നും ചെയ്തിട്ടില്ല, നീ ഇപ്പോൾ എന്നെ സഹായിച്ചേ മതിയാവുള്ളൂ. എനിക്കൊരു മോളുണ്ട്, അവളുടെ കാര്യമെങ്കിലും നീ ഒന്ന് ഓർക്കണം. അവൾ നിന്നെ അപ്പച്ചിയെന്ന് വിളിക്കുന്ന ഒരാളല്ലേ, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ് എൻ്റെ മോള്. അവളുടെ കാര്യമെങ്കിലും നീ ഒന്ന് ഗൗരവത്തിൽ എടുക്കണം. നീ കണ്ണനോട് എന്തായാലും പറയണം. ഞാൻ ഒരിക്കലും കണ്ണനോട് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കില്ല. ഞാൻ പറഞ്ഞാൽ കണ്ണൻ ചിലപ്പോൾ നിങ്ങൾക്ക് പൈസ തന്നേക്കാം, പക്ഷെങ്കിൽ ഞാൻ ഒരിക്കലും അത് ചെയ്യില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ കൈകൂപ്പി വരെ നമ്മുടെ ദുർഗയുടെ മുമ്പിൽ നിന്ന് കരയുന്നുണ്ട്. അപ്പോഴേക്കാണ് കണ്ണൻ അങ്ങോട്ടേക്ക് വരുന്നത്. നിങ്ങൾക്ക് നാണമില്ലേ എൻ്റെ ഈ വീട്ടിലോട്ട് കയറി വരാൻ? എന്തിനാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതെന്നും എന്താണ് കാര്യമെന്നൊക്കെ എനിക്കറിയാം. സ്വാതിയുടെ കല്യാണം ഇപ്പം നിങ്ങൾക്ക് നടത്തണം, അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. എല്ലാം ഞാൻ അറിഞ്ഞിട്ടുണ്ട്. പക്ഷേങ്കിൽ നിങ്ങളൊന്നും സഹായിക്കാൻ പോലും എനിക്കിപ്പോൾ തോന്നില്ല. എൻ്റെ അനുജനെ പോലും സഹായിക്കാൻ ഞാൻ ഇപ്പോൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടുന്ന് പോവാം എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സ്വാതിയുടെ അമ്മയാണെങ്കിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് തന്നെ. അതിനുശേഷമാണെങ്കിൽ ജാനമ്മയുടെ കള്ളങ്ങൾ അമ്മയാണെങ്കിൽ തെളിയിച്ചു കൊടുക്കുന്നുണ്ട് കണ്ണനും മഹിക്കും മുമ്പിൽ. ജാനമ്മയ്ക്ക് കുഞ്ഞിനെ തൊടാൻ പോലും കഴിയാത്ത വിധം അമ്മയ്ക്കും അച്ഛനും നേർവഴി കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ജാനമ്മ ഒരു കള്ളിയാണെന്നും ജാനമ്മയെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്നും അമ്മയാണെങ്കിൽ അമ്മയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ മഹിക്കും കണ്ണനും തെളിയിച്ചു കൊടുക്കുന്നതാണ് നമുക്ക് കാണിച്ചിരിക്കുന്ന അവസാനമായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സീരിയലൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ താങ്ക് യു.